എല്ലാവർക്കും അഭിവാദ്യങ്ങൾ. എൻ്റെ പേര് സന്തോഷ് ജോസഫ്. ഞാൻ കുറെ വർഷമായിട്ട് വിദേശത്തായിരുന്നു, കാനഡയിലായിരുന്നു. അപ്പോ ഞാൻ അവിടെ നോട്ട് ചെയ്ത ഒരു കാര്യം, നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന് ലോകത്തെല്ലായിടത്തും ഒരു മതേതര ജനാധിപത്യ മതനിരപേക്ഷ രാജ്യം എന്ന ഒരു പേരുണ്ടായിരുന്നു. കഴിഞ്ഞ ഇത്രയും വർഷങ്ങൾ ഈ BJP ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം നമ്മുടെ രാജ്യത്തിന്റെ മതനിരപേക്ഷ പദവി ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. കഴിക്കുന്ന ഭക്ഷണത്തിന്റെ പേര്, അനുഷ്ഠിക്കുന്ന മതത്തിന്റെ പേര്, നിറത്തിന്റെ പേര്, ജാതിയുടെ പേര്, ഏതെല്ലാം തരത്തിൽ പൗരന്മാരെ ഭിന്നിപ്പിച്ച് അവരുടെ രാഷ്ട്രീയ താല്പര്യത്തിന് വിനിയോഗിക്കാം എന്നുള്ളതാണ് BJPയുടെ RSSന്റെ ഹിന്ദുത്വ അജണ്ടയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമെന്ന് നമ്മളും ലോകം മുഴുവനും കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഇന്ത്യയെ ഒരു മതരാഷ്ട്രമാക്കി മാറ്റണമെന്ന് ഹിന്ദുത്വവാദികൾക്ക് അന്നേ താല്പര്യമുണ്ടായിരുന്നു. അപ്പൊ ഇന്ത്യയുടെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി എന്ന് പറയുന്ന വ്യക്തി ഒരു കടുത്ത ഹിന്ദുത്വവാദിയും RSS കാരണമാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. RSSന്റെ അജണ്ട എന്ന് പറയുന്നത് ഇന്ത്യയെ ഒരു മതരാഷ്ട്രമാക്കി മാറ്റണം എന്നുള്ളതാണ്. അതിനുവേണ്ടി ബ്രിട്ടീഷുകാർ എങ്ങനെ ഇന്ത്യയിലെ ജനങ്ങളെ ഏതെല്ലാം തരത്തിൽ ഭിന്നിപ്പിച്ച് ഭരിച്ചോ അതേ അടവുകളാണ് ഈ ഹിന്ദുത്വവാദികളും ഇന്ത്യയിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് തമിഴ്നാട്ടിൽ വന്ന് അവിടുത്തെ ഒരു ശ്രീലങ്കയ്ക്ക് പണ്ട് വിട്ടുകൊടുത്ത ഒരു ചെറിയ 2 കിലോമീറ്റർ മാത്രം ചുറ്റളവുള്ള ഒരു ദ്വീപിനെ ചൊല്ലി വികാരവിളക്കിവിടാൻ, തമിഴന്മാർക്കിടയിൽ വികാരവിളക്കിവിടാൻ ഇന്ത്യൻ പ്രധാനമന്ത്രി ശ്രമിക്കുന്നു. അതേപോലെ മുമ്പ് ഇവിടെ പ്രസംഗിച്ച പ്രാസംഗികൻ സൂചിപ്പിച്ചു, നോൺ വെജ് ഫുഡ് കഴിക്കുന്നതിന്റെ വീഡിയോയെ കുറിച്ച് ചർച്ച ചെയ്യുന്നു. ഇതൊക്കെയാണ് ഒരു പ്രധാനമന്ത്രി ഇന്ത്യയിലെ ജനങ്ങളെ എങ്ങനെ ഭിന്നിപ്പിച്ച് അവരുടെ വോട്ട് ബാങ്കാക്കി മാറ്റാം എന്ന് ശ്രമിക്കുന്നത്. BJPക്ക് ഒരിക്കലും ഇന്ത്യയിൽ ഭൂരിപക്ഷം വോട്ടുകൾ കിട്ടിയിട്ടില്ല. ഒരു പരമാവധി BJPക്ക് സ്വന്തമായിട്ടുള്ള വോട്ട് എന്ന് പറയുന്നത് 30% താഴെയാണ് ഒറ്റയ്ക്ക് നിന്ന് കഴിഞ്ഞാൽ. അപ്പൊ അവര് മറ്റു പാർട്ടികളെ ഭിന്നിപ്പിച്ച് വ്യത്യസ്ത മുന്നണികളാക്കി അവരിലുള്ള സംഘർഷങ്ങൾ മൂർച്ഛിച്ചാണ് BJP അധികാരത്തിലെത്തുന്നത്. ഡൽഹിയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്, കഴിഞ്ഞ 2 പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും BJP ആണ് മുഴുവൻ സീറ്റും കൊണ്ടുപോയത്. എങ്ങനെയാണ് കൊണ്ടുപോയത്? അവിടെ AAPയും കോൺഗ്രസും തമ്മിൽ അടുപ്പിച്ച് അവര് വിജയിച്ചുകൊണ്ടിരുന്നു. ഇത്തവണ അത്തരം കളികൾ നടക്കുകയില്ല എന്നുള്ളത് BJPക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കി. അതിന്റെ അടിസ്ഥാനത്തിൽ അവരെ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന പ്രതിച്ഛായ എന്ന് പറഞ്ഞാൽ അവർ അഴിമതിക്കെതിരാണ്. അപ്പൊ എത്ര വമ്പനാണെങ്കിലും അഴിമതി കാണിച്ചാൽ അവരെ തുറുങ്കിലടയ്ക്കും എന്നൊരു പ്രതിച്ഛായ സൃഷ്ടിച്ച് ഏറ്റവും വലിയ അഴിമതിക്കാര് രാജ്യത്തെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു സംഭവമാണ് രാജ്യം കണ്ടുകൊണ്ടിരിക്കുന്നത്. AAPയുടെ നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ട് അണികളെ ഭയപ്പെടുത്തി ഈ പ്രസ്ഥാനത്തിന് വേണ്ടി നിന്നു കഴിഞ്ഞാൽ ഭാവിയിൽ നിങ്ങൾക്കും ഇതാണ് വരാൻ പോകുന്നത് എന്ന് പേടിപ്പിച്ച് ഭിന്നിപ്പിക്കുന്ന ഒരു നയമാണ് BJP ഇപ്പോൾ മുന്നോട്ട് വെച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെതിരെ രാജ്യത്തെ പ്രതിപക്ഷ കക്ഷികൾ അവസരത്തിനൊത്ത് ഉയർന്ന് ഇപ്പോൾ ഒരു ഇന്ത്യ മുന്നണിയായി മത്സരിക്കുകയാണ്. വളരെ നല്ല കാര്യം. അത് പൂർണ്ണമായിട്ട് ഉൾക്കൊണ്ട് വേണ്ട വിട്ടുവീഴ്ചകൾ ചെയ്ത്, കേരളത്തിന്റെ പ്രത്യേകത എന്താ നമുക്കറിയാം, നമ്മൾ ചാണകത്തിൽ ചവിട്ടില്ല, അല്ലേ? ചാണകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നല്ല വസ്തുവാണ്. അതുകൊണ്ട് ഒരുപാട് ഔഷധ ഗുണമുണ്ട്, അതൊക്കെ നമുക്കും അറിയാം. പക്ഷെ അതിനകത്ത് പ്ലൂട്ടോണിയം ഉണ്ടാക്കാനുള്ള സാധനമുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വന്നാലാണ് പരിഹാസ്യമായിരിക്കുന്നത്. പണ്ടുകാലത്ത് നമ്മുടെയൊക്കെ വീടുകളിൽ തറ മെഴുകാനും ഒക്കെ ചാണകം തന്നെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അത് വിറകായിട്ടും ഉപയോഗിക്കാം, വളരെ നല്ല വസ്തുവാണ്. പക്ഷെ ചാണകത്തിൽ ചവിട്ടില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? കേരളത്തിന്റെ മണ്ണിൽ BJPയെ നമ്മൾ നിലം തൊടിക്കില്ല എന്നാണ് അതിന്റെ അർത്ഥം. വേണ്ട സ്ഥലങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്ത്, അത് LDF ആണേലും UDF ആണേലും BJPയുടെ ഒരു സീറ്റ് പോലും കേരളത്തിന്റെ മണ്ണിൽ നിന്ന് അവർക്ക് കൊടുക്കാൻ പാടില്ല. അതാണ് മലയാളിയുടെ കർത്തവ്യം. അതിനുവേണ്ടി നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് പ്രവർത്തിക്കാം. ജയ് ഹിന്ദ്, വന്ദേ മാതരം, ബോലോ ഭാരത് മാതാ കി, അരവിന്ദ് കേജ്രിവാൾ, മനീഷ് സിസോദിയ, ആം ആദ്മി പാർട്ടി സിന്ദാബാദ്.